മാധ്യമങ്ങൾക്കിത് ആഘോഷക്കാലം. വീണുകിട്ടിയ സുവർണാവസരത്തെ വേണ്ടവിധം ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ. ഇതിലൊക്കെ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. തുടക്കത്തിലെ ഇൻട്രോ ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചുകൊണ്ട് പറയുന്നു. മാധ്യമങ്ങൾക്കിത് ആഘോഷക്കാലം. വീണുകിട്ടിയ എല്ലിൻ കഷ്ണത്തെ പങ്കിട്ടെടുക്കുന്ന പട്ടികളെ പോലെ അവർ എല്ലാ കഥകളും പോയി മുട്ടുന്നുണ്ട്. പക്ഷെ അവർ അറിയുന്നില്ല, റീച്ച് കിട്ടാനുള്ള പരക്കം പാച്ചിലിൽ അവർ തകർക്കുന്നത് സിനിമ എന്ന ഒരു വലിയ ഇൻഡസ്ട്രിയെയാണ്. ഇനി മാധ്യമങ്ങളോടായി ഒരു ചോദ്യം. ഇന്ന് പീഡകരെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നവരിൽ നിരപരാധികളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ നഷ്ടപ്പെടുത്തിയ ഇമേജും പ്രശസ്തിയും തിരിച്ചു കൊടുക്കാൻ സാധിക്കുമോ? ഇനി അഥവാ തിരിച്ചു കൊടുത്താലും തന്നെ അവർ ഇത്രയും കാലം അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾക്കും മാനസിക പീഡനങ്ങൾക്കും എന്തു മറുപടിയാണ് നിങ്ങൾക്ക് പറയാനുണ്ടാവുക? ആരും വിശുദ്ധരാണെന്നല്ല ഞാൻ പറഞ്ഞതിന് അർത്ഥം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കിത് 1 മണിക്കൂർ നേരത്തെ ബ്രേക്കിംഗ് ന്യൂസ് ആയിരിക്കാം. പക്ഷേ ആരോപിക്കപ്പെട്ടവർക്ക് ഇത് ജീവിതമാണ്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. നിങ്ങളിപ്പോൾ പീഡകരെന്ന് മുദ്രകുത്തിയവർ നാളെ നിരപരാധികളെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തു പരിഹാരം നൽകും? അവരനുഭവിച്ച മാനസിക സംഘർഷങ്ങൾക്ക് എന്തു മറുപടിയാണ് നിങ്ങൾക്ക് നൽകാൻ കഴിയുക? ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ പീഡകരെന്ന് മുദ്രകുത്തിയവർ ആരോപണ വിധേയർ മാത്രമാണ്, അല്ലാതെ കുറ്റവാളികളല്ല. അതാവണമെങ്കിൽ നമ്മുടെ ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട്, കോടതിയുണ്ട്. അവർ കുറ്റം തെളിയിക്കണം. എങ്കിൽ മാത്രമേ അവർ കുറ്റവാളികളാവുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ തന്നെ സ്വയമേവ കുറ്റവാളികളെന്ന് മുദ്രകുത്തി അവരെ ശിക്ഷിക്കുകയല്ല വേണ്ടത്. അങ്ങനെ ശിക്ഷിക്കാനാണെങ്കിൽ ഇതിനു മുമ്പ് ഒരു മാധ്യമപ്രവർത്തകൻ തന്റെ സഹപ്രവർത്തകയെ പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത നമ്മളെല്ലാം അറിഞ്ഞതാണ്. അന്ന് എവിടെ പോയി നിങ്ങളുടെ ധാർമ്മിക രോക്ഷം? എന്തുകൊണ്ട് നിങ്ങൾ ഇതുപോലെ കൊട്ടിഘോഷിച്ചില്ല? സ്വന്തം അടുക്കളയിലെ നാറ്റം കാണാതെ അന്യന്റെ അടുക്കളയെ കുറ്റം പറയുന്ന പ്രവൃത്തിയല്ലേ ഇപ്പോൾ മാധ്യമങ്ങൾ പിന്തുടരുന്നത്? ഇനിയിപ്പോൾ പീഡന പരാതികൾ ഉന്നയിച്ചവർ സത്യസന്ധരാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അതിൽ തന്നെ എത്ര വ്യാജ പീഡന പരാതികൾ ഉണ്ടാവും? മുമ്പത്തെ കാലമൊന്നുമല്ല, സ്ത്രീകളും കുറ്റകൃത്യങ്ങളിൽ മുൻപന്തിയിലാണ്. മുൻവർഷത്തേക്കാൾ ഒരുപടി മുന്നിൽ എന്നോണം വ്യാജ പീഡന പരാതികൾ ധാരാളമായി കൂടി വരുന്നുണ്ട്. ഈ അവസരത്തിൽ ലാഭേച്ഛയോടുകൂടി അല്ലെങ്കിൽ അവസരത്തെ മുതലെടുത്തുകൊണ്ട് വ്യാജ പീഡന പരാതികൾ ചിലർ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുക? ഇനി അഥവാ പണത്തിനും പ്രശസ്തിക്കും വേണ്ടി എല്ലാത്തിനും നിന്നുകൊടുത്ത് ഒടുവിൽ പണവും പ്രശസ്തി നഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെയൊരു പീഡന പരാതിയുമായി വരുന്നവരും ഇല്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയുമോ? ഇനി അഥവാ ഈ പറയുന്നവരൊക്കെ സത്യസന്ധരാണെന്ന് തന്നെ ഇരിക്കട്ടെ, അപ്പോഴും സത്യസന്ധമായ ഒരു അന്വേഷണത്തിലൂടെ തെളിയുകയല്ലേ വേണ്ടത്? അല്ലാതെ നിങ്ങൾ സ്വയമേവ കുറ്റവാളികളെന്ന് ഈ ആരോപണ വിധേയരെ മുദ്ര കുത്തുന്നത് ശരിയാണോ? സത്യം തെളിഞ്ഞതിനു ശേഷം മാത്രം പോരെ ഈ ചാപ്പകുത്തൽ? മാധ്യമങ്ങളെപ്പോലെ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് യൂട്യൂബ് ചാനലുകളെ കുറിച്ച്. അവർക്കും ഇത് റീച്ച് കൂടാനുള്ള ഒരവസരമായി കണക്കാക്കുന്നു. നമുക്കിവിടെ ആവശ്യം സത്യസന്ധമായ ഒരു അന്വേഷണമാണ്. നീതി എല്ലാവർക്കും തുല്യമാണ്. അത് പുരുഷനെന്നോ സ്ത്രീയെന്നോ ഭേദമില്ല. എന്നാൽ നമ്മുടെ നീതിശാസ്ത്രവും മാധ്യമങ്ങളും ഒന്നും തന്നെ ആ തുല്യനീതി നൽകുന്നില്ല. ചില പൂർവ്വവൈരാഗ്യത്താൽ അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചില ലാഭേച്ഛയോടുകൂടി വ്യാജ പീഡന പരാതികൾ ഉന്നയിച്ചാൽ അത് തെളിയിക്കപ്പെടേണ്ടത് ആരോപണ വിധേയന്റെ ബാധ്യതയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഏതു സ്ത്രീക്കും ഒരു പുരുഷനെതിരെ പീഡനം ആരോപിക്കാം എന്ന സ്ഥിതിയായി. ഇനിയൊരു പക്ഷേ പീഡനാരോപണം വ്യാജമാണെന്ന് തെളിയിക്കാൻ കഴിയാതെ പോയാൽ അയാൾ എന്നേക്കുമായി പീഡകനായി മാറുന്നു. ചിലർ മാനസിക സംഘർഷം താങ്ങാനാവാതെ ജീവനൊടുക്കിയെന്നും വരാം. നമ്മുടെ നിയമവ്യവസ്ഥകൾ പുരുഷനും കൂടി അനുകൂലമാകുന്ന വിധത്തിൽ മാറേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് പേരുണ്ട്, എന്നാൽ പുരുഷന് വേണ്ടി സംസാരിക്കാൻ ആരും തന്നെ ഇല്ലാത്ത സ്ഥിതിയാണ്. നമുക്കിവിടെ തുല്യനീതി നടപ്പാവുകയാണ് വേണ്ടത്. അതിന് സത്യസന്ധമായ അന്വേഷണമാണ് നടക്കേണ്ടത്. ഊഹാപോഹങ്ങൾക്ക് വിട നൽകാം. സിനിമ എന്നൊരു ഇൻഡസ്ട്രിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ കുറ്റവാളികൾക്ക് ശിക്ഷയും നിരപരാധികളെ വെറുതെ വിടുകയും ചെയ്യുന്ന നല്ലൊരു നീതി നടപ്പാകട്ടെ. എന്നിട്ട് പോരെ ഇരയെയും വേട്ടക്കാരനെയും വേർതിരിക്കുന്ന ഈ പ്രവൃത്തി?